വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം സങ്കീർത്തന പുസ്തകം 19-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. ദാവീദ് ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു, 12-ാമത്തെ വചനം: എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ എന്ന് ഒരുപാട് തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള, ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനം 19-14. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരത്തിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും നിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ എന്ന്. ഒരു വ്യക്തി ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു, അത്രമാത്രം അവൻ അധരം കൊണ്ട് എന്തു പറയുന്നോ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും. അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവൻ ഹൃദയം കൊണ്ട് എന്ത് വിചാരിക്കുന്നോ അതുപോലും സ്വർഗത്തിലെത്തപ്പെടും. അവനെ കർത്താവ് അനുഗ്രഹിക്കും. ഇന്ന് എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ സങ്കീർത്തകൻ 12 തൊട്ട് 13 വരെയുള്ള പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നാം ശ്രദ്ധയോടെ ശ്രവിക്കണം. വചനത്തിൽ ഇങ്ങനെ പറയും: എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകൻ കർത്താവിനോട് പറയുകയാണ്: കർത്താവേ, എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ, എൻ്റെ സ്വയമായിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം. ബോധപൂർവം ഞാൻ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമെന്ന്. ഒരു മനുഷ്യ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുന്നത് 2 വിധത്തിലാണ്. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളും അറിയാതെ പറ്റിപ്പോകുന്ന വീഴ്ചകളും. ഈ 2 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ഈ 2 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ വലിയ അപരാധങ്ങളും കുറവുകളൊക്കെ അവൻ്റെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ഈ 2 കാര്യങ്ങൾ അവനിൽ ആധിപത്യം സ്ഥാപിക്കാതെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവൻ നിർമ്മലനായിരിക്കുമെന്ന് വചനം പറയുകയാണ്. അതാണ് അടുത്ത വചനം: അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനുമായിരിക്കും. എവിടെയൊക്കെ കുറവുകൾ കടന്നു വരുന്നോ, എവിടെയൊക്കെ പോരായ്മകൾ കടന്നു വരുന്നോ, എവിടെയൊക്കെ അപരാധങ്ങളും വലിയ വലിയ തിന്മകളും നമുക്ക് കടന്നു വരുന്നോ, അടിക്കടിക്ക് വിജയങ്ങൾ കിട്ടാത്ത അവസ്ഥകൾ വരുമ്പോൾ പുറകോട്ട് നാം ഒന്ന് ചിന്തിക്കണം. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെടുന്നുണ്ടോ? ഞാൻ പാപമോചനം പ്രാപിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് ഈ ഒരു മേഖലയിൽ വിശുദ്ധീകരണം സ്വീകരിക്കുന്ന ഒരു വ്യക്തി അവൻ കർത്താവിനോട് എന്തു പ്രാർത്ഥിച്ചാലും, അവൻ ഹൃദയം കൊണ്ട് ദൈവത്തോട് എന്തു പറഞ്ഞാലും ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അധരം കൊണ്ട് എന്ന് പറഞ്ഞാലും ഹൃദയം കൊണ്ട് എന്ത് വിചാരിച്ചാലും അത് ദൈവം കേൾക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കാലെടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ, നിൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കാലെടുത്ത് നിലത്തേക്ക് വെക്കുമ്പോൾ നീ തമ്പുരാനോട് പ്രാർത്ഥിക്കണം: എൻ്റെ പൊന്നു തമ്പുരാനെ, അന്ന് ഈ ദിവസം അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും നീ എന്നെ ശുദ്ധീകരിക്കണം. എന്നിട്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയണം: എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരത്തിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ നിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ എന്ന്. അധരം കൊണ്ട് എന്തു പറഞ്ഞാലും, അധരം കൊണ്ട് എന്തു പ്രാർത്ഥിച്ചാലും അവിടെ ദൈവം ഇറങ്ങി വരുന്ന അനുഭവം നമുക്കുണ്ടാവണം. സക്കറിയ 12:10 വചനം പറയും: ഞാൻ ദാവീദ് ഭവനത്തിൻ്റെ മേലും ഇസ്രായേൽ ഭവനത്തിൻ്റെ മേലും പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യം പകരുമെന്ന്. ഒരു വ്യക്തിയുടെ മേൽ കൃപയുടെ ചൈതന്യം, പ്രാർത്ഥനയുടെ ചൈതന്യം അതവൻ ആവശ്യമാണ്.
കൃപയോടെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ച് കൃപ സ്വന്തമാക്കാൻ കർത്താവിൻ്റെ കരുണ യാചിച്ചിട്ട് നീ അവനോട് എന്നെ അറിയാതെ പറ്റുന്ന വീഴ്ചകൾ ശുദ്ധീകരിക്കണമെന്നും അറിഞ്ഞുകൊണ്ട് പറ്റിപ്പോകുന്ന വീഴ്ചകളിൽ നിന്ന് രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അത്തരത്തിൽ പറയുന്ന വാക്കുകൾക്ക് പുഷ്ടിയുണ്ടാകും. ഹൃദയം കൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ദൈവസന്നിധിയിൽ ഉത്തരം കിട്ടുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 37-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയും: മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. ഈ പ്രാർത്ഥനയുണ്ടല്ലോ, സങ്കീർത്തനം 19-14, അതിരത്തിലെ വാക്കും ഹൃദയത്തിലെ വിചാരവും ദൈവസന്നിധി പ്രീതികരമായിരിക്കണമെന്ന് അതിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അതരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും ദൈവസന്നിധി പ്രീതികരമായിരിക്കുമ്പോൾ നിന്റെ പാദങ്ങളെ കർത്താവ് നയിക്കാൻ തുടങ്ങും. നീ അവിടത്തേക്ക് പ്രീതികരനായി മാറുമ്പോൾ നിന്റെ ഐശ്വര്യം സ്ഥിരമായി മാറുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥിരമായി മാറുമ്പോൾ സങ്കീർത്തനം 37-31 ഒരു അഭിഷേകം നിന്റെ ഹൃദയത്തിൽ വന്ന് നിറയും. ദൈവത്തിൻ്റെ നിയമം നിന്റെ ഹൃദയത്തിൽ കുടികൊള്ളും. നിന്റെ കാലടികൾ ഒരിക്കലും വഴുതിപ്പോവുകയില്ല. ജീവിതത്തിൽ എത്രയെത്ര പ്രയത്നിച്ചിട്ടും ഉയർച്ച കിട്ടുന്നില്ല, അടിക്കടി രോഗങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും എന്ന് കടന്നു പറഞ്ഞ് പരാതിപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം: എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നിയമം കുടികൊള്ളുന്നുണ്ടോ എന്ന്, എൻ്റെ കാലടികൾ വഴുതിപ്പോകാൻ ഇടയാകുന്നുണ്ടോ എന്ന് ഞാൻ പുറകോട്ട് ചിന്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തകൻ അതുകൊണ്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മോചിക്കപ്പെടുമ്പോൾ നിർമ്മലനായി മാറുന്ന അവൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുക: കർത്താവേ, സങ്കീർത്തനം 51-10, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമെന്ന്. നമുക്കാർക്കും സ്വയമായി വിശുദ്ധിയും നിർമ്മലതയും ഒന്നും സ്വന്തമാക്കാൻ പറ്റില്ല. ഒരു നവചൈതന്യം നമ്മൾ നിറയപ്പെടണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു പാപിയായ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് സങ്കീർത്തന പുസ്തകം 52-1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണും. അവിടെ പാപിയായ മനുഷ്യന് ചില പ്രത്യേകതകളുണ്ട്. എൻ്റെ അതരത്തിലെ വാക്കും ഹൃദയത്തിലെ വിചാരങ്ങളുമൊക്കെ ദൈവസന്നിധി സ്വീകാര്യമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പാപിയായ മനുഷ്യൻ്റെ ചില പ്രത്യേകതകൾ അവിടെ സങ്കീർത്തകൻ പറയുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിക്കണം. ദൈവഭക്തർക്കെതിരെ ദുഷ്ടതയിൽ ചെയ്ത ദുഷ്ടത കൊണ്ട് വിചാരിച്ച് കുറേ ദുഷ്ടതയൊക്കെ ദൈവഭക്തർക്കെതിരെ ചെയ്തിട്ട് അതിനെക്കുറിച്ച് അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നീയെങ്കിൽ നിന്റെ അതിരത്തിലെ വാക്കുകൾ ദൈവസന്നിധി സ്വീകാര്യമായി മാറില്ല. കാരണം വചനമതാ പറയുക 52-1, ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നുവെന്ന്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കാം. ചില വ്യക്തികളിൽ വീഴ്ചകൾ വരുമ്പോൾ നമ്മൾ പറയും, അവരത്ര ദുഷ്ടത ചെയ്തിട്ടാ. അഹങ്കരിക്കുക. കർത്താവ് നമ്മെ കാത്തതോർത്ത്, കർത്താവിൻ്റെ കരുണയോർത്ത് നാം ചിന്തിക്കണം, നാം മനസ്സിലാക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. കരുണയുടെ ചിറകിൽ നിൽക്കേണ്ടവരാ. പക്ഷേ അക്രമിയായ ഒരു മനുഷ്യൻ, പാപം നിറഞ്ഞൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം കുടികൊണ്ടുകൊണ്ടിരിക്കും. ദിവസം മുഴുവനും തിന്മയെന്ന് മാത്രമേ അവന് ചിന്തിക്കാൻ പറ്റൂ. ആരെക്കുറിച്ചും ഒരു വ്യക്തിയെക്കുറിച്ചും നന്മ കാണാനായിട്ട് അവന് പറ്റില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, സങ്കീർത്തനം 19-14 ഒരു അഭിഷേകമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരണമെങ്കിൽ അഹങ്കാരത്തിൽ നമ്മളെ മോചിതരായിരിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് തിന്മ പറയുന്ന, തിന്മ ചിന്തിക്കുന്ന രീതികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ നാവ് ആരെയെങ്കിലും മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. നന്മയേക്കാൾ തിന്മയാണോ ഞാൻ ഇഷ്ടപ്പെടുക? സത്യത്തേക്കാൾ വ്യാജമാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്? സങ്കീർത്തകൻ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ പറയുക. അങ്ങനെ ചെയ്താൽ വചനം പറയുക, നീ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ തൊടുകയില്ല. സങ്കീർത്തനം 52-5 പറയും, ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് നിന്നെ വേരോടെ പിഴുതു കളയും. കർത്താവിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ, സമ്പത്തിൽ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികളിൽ കർത്താവ് പ്രസാദിക്കില്ല. പ്രീതികരനായി അവിടുന്ന് മാറുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ അഭയം തേടുന്ന ഒരു വ്യക്തിക്ക് എന്താണ് കിട്ടുക എന്ന് സങ്കീർത്തനം 52-8 പറയും, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയുമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ,
എൻ്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ എന്ന്. അങ്ങനെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അപ്പോൾ അവർക്ക് വേണ്ടി ആ നിമിഷം ദൈവകരം ഇറങ്ങി വരും. ഒത്തിരി ജീവിതങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഈ വചനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഇതാണ്: നീ കേട്ട് കഴിഞ്ഞു, ഇനി കാണുക, നീ അത് പ്രഘോഷിക്കുകയില്ലേ? ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും. നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ എനിക്കത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വളരെ നാൾ മുമ്പല്ല, ഇപ്പോൾ സൃഷ്ടിച്ചതാണ്. കർത്താവ് പറയുകയാണ്, നിനക്കിത് അറിയാമായിരുന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് വളരെ നാൾ മുമ്പല്ല, ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പ്രീതികരമായി മാറുമ്പോൾ, എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ പോലും ദൈവദൃഷ്ടിയിൽ അനുഗ്രഹമായി മാറുമ്പോൾ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. അതിനാദ്യം ചെയ്യേണ്ട കാര്യം അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നൊരു ശുദ്ധീകരണം വേണം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളിൽ നിന്നൊരു മോചനം തമ്പുരാനോട് ചോദിച്ച് നിർമ്മലമായ ഹൃദയത്തോടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വർഗം കൂടെയിരുന്ന് നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ കൃപകൾ വാരിക്കോരിച്ചൊരിഞ്ഞത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 19-14 കുറിച്ച് പറയുമ്പോൾ 1000 കാര്യങ്ങൾ പറയാൻ ഓർമ്മയിൽ ഓടിയെത്തും. അധരത്തിലെ വാക്കുകൾ എന്ന് പറയുമ്പോൾ, ഹൃദയത്തിലെ വിചാരങ്ങൾ എന്ന് പറയുമ്പോൾ, ഈശോയുടെ കൂടെ ഇങ്ങനെ ഓരോ നിമിഷവും യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ദീർഘദൂരം യാത്രകളിൽ ചെയ്യാനിടയാകാറുണ്ട്. വൈകുന്നേരങ്ങളിൽ കോളേജ് കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ, വല്ലാണ്ട് മടുത്തും ക്ഷീണിച്ചുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഒരിക്കൽ ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഞാനിങ്ങനെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടു വഴിയരികിലെല്ലാം റംബൂട്ടാൻ പഴം ഇങ്ങനെ വെച്ചിരിക്കുക വിൽക്കാനായിട്ട്. KSRTC ബസ്സിൽ ഇരുന്നിട്ട് ഞാൻ ചുമ്മാ പഴത്തിലേക്ക് നോക്കി. ഒരുപാട് ഇഷ്ടമുള്ളൊരു പഴമാണ്. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് ചില റംബൂട്ടാൻ പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങി റംബൂട്ടാൻ പഴം മേടിക്കാൻ പറ്റില്ലല്ലോ. ബസ്സിലിരുന്ന് പഴത്തെ നോക്കിയിട്ട് ഈശോയോടൊരു വാക്കേ പറഞ്ഞുള്ളൂ. എൻ്റെ ഹൃദയത്തിലെ വിചാരമാണ്. ഞാൻ അടുത്തിരുന്ന് ആരോടും പറഞ്ഞില്ല, എൻ്റെ ഈശോയോട് മാത്രം ഞാൻ പറഞ്ഞു. എൻ്റെ ഈശോ അത് കേട്ടു. ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ, അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു വലിയ പൊതിക്കെട്ട് കൊണ്ടുവന്ന് ഒരാൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുറച്ച് റംബൂട്ടാൻ പഴമാ, നിങ്ങൾ കഴിച്ചോളാൻ. ആർത്തിയോടെ അത് ചാടി തട്ടിപ്പറിച്ച് കഴിച്ചപ്പോൾ അവർ ചോദിച്ചു, സിസ്റ്റർ എന്തിനാ ആർത്തിയോടെ ഇത്ര ആക്രാന്ത കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കാർക്കും വേണ്ടി ഈശോ കൊണ്ടുവന്നതല്ല, എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൂടെ നമ്മൾ നിർമ്മലതയോടെ വിശുദ്ധിയോടെ കുമ്പസാരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നിൽക്കാൻ തുടങ്ങും. കർത്താവെ, എന്നും പ്രാർത്ഥിക്കണം, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിലെ വിചാരങ്ങൾ, അധരത്തിലെ വാക്കുകൾ ദൈവസന്നിധിയിൽ പ്രീതികരമായി മാറും. അധരത്തിലെ വാക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനൊക്കെ വരും. ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഈ ജീവിതത്തിൻ്റെ നാളുകളിൽ കർത്താവ് ചില വാക്കുകളിൽ ഇടപെടുന്നത് കാണാറുണ്ട്. ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചില സന്ദേശങ്ങളൊക്കെ തരും. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന ദിവസം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുമെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പോകുന്ന വഴിക്ക് അവിടെയുള്ളവർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, അവിടെ ഒരു അത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കണം. നമ്മൾ ആരും ഒന്നുമല്ല, അത്ഭുതങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിവുമില്ല, കർത്താവ് കൂടെ ഇരുന്നാലേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ കുടുംബനാഥയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ആ കുടുംബനാഥയെ കൂട്ടി ഒരു മുറിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും കാര്യങ്ങളൊന്നും അവർ സംസാരിക്കുന്നില്ല. പെട്ടെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, 52 ദിവസമായി നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്ങിൻ്റെ രോഗപീഠയിലാണ് ഞാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല, കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടിൽ, വിശ്വാസത്തിൻ്റെ കുറവ്, അതാ കൊണ്ടുപോയി മനുഷ്യർ പറഞ്ഞു ഒരു അത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കണം, കർത്താവ് ഇടപെട്ടാൽ അവർ പള്ളിയിൽ വരുമെന്ന്. പ്രാർത്ഥിക്കാം ചേച്ചി എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചപ്പോൾ ഞാൻ കേട്ടു ഒരു ഈശോയുടെ സ്വരം. എൻ്റെ ഈശോ പറഞ്ഞു, 3-ാം ദിവസം ഈ ബ്ലീഡിങ് നിൽക്കുമെന്ന് പറഞ്ഞു. വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ നിന്നിറങ്ങി. ഞായറാഴ്ചയാണ് സംഭവം, ബുധനാഴ്ച 3 ദിവസം പൂർത്തിയാകും. ബുധനാഴ്ച രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഇതുവരെ ബ്ലീഡിംഗ് ഒന്നും നിന്നിട്ടില്ല, ഈശോ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്, എവിടെയോ കുറവ് വന്നിട്ടുണ്ട് സിസ്റ്ററെ, ബ്ലീഡിങ് ശക്തമാണ്, ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. പൊക്കോളാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ
ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനില്ലാതെ മറ്റൊരു വഴിയൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് വൈകുന്നേരം 6:30 അഡ്മിറ്റ് ആകാൻ വരണമെന്ന്. അവരെന്നെ വിളിച്ചപ്പോൾ അവരോട് ഞാൻ ഇത്രയും പറഞ്ഞു, ഈശോയല്ലേ പറഞ്ഞേ ബുധനാഴ്ച 3 ദിവസം പൂർത്തിയാകാൻ ബുധനാഴ്ച രാത്രി 12:30 വരെ സമയമുണ്ട്. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബുധനാഴ്ച രാത്രി 12:30 വരെ എൻ്റെ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലേ? അത് ഞാൻ വിശ്വസിക്കുക. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി പോകാൻ ആ സാധനങ്ങൾ അടുക്കി വെച്ചപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു എമർജൻസി മീറ്റിംഗ് വന്നിട്ടുണ്ട്, നമുക്ക് നാളെ രാവിലത്തേക്ക് പോകാൻ വെക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി 10:30 കഴിഞ്ഞപ്പോൾ 52 ദിവസം നീണ്ടു നിന്ന ബ്ലീഡിങ് ഈശോയുടെ കൃപയോട് നിർത്തപ്പെടുകയാണ്. ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ആ കുടുംബത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരു അത്ഭുതം ചെയ്തപ്പോൾ ഇന്ന് അവരെല്ലാം പള്ളിയിൽ പോകും, ഈശോയുടെ സ്നേഹത്തെ ജീവിക്കുക. ഈ അടുത്ത നാളുകൾ നടന്നൊരു കാര്യമാണ് ഞാൻ പറയുക. ഇത് എൻ്റെ മഹത്വം പറയാനല്ല പറഞ്ഞേ, കർത്താവിൻ്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ അവിടെ ഒരു ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം കൊണ്ടൊരു വാക്ക് പറയുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവർ അത്തരം കൊണ്ടൊരു വാക്ക് പറയുമ്പോൾ അത് പാഴായി പോകാതിരിക്കാൻ കൂടെ നിൽക്കുന്ന ഒരു ഈശോയെ കാണും. നിർമ്മല ഹൃദയത്തോടെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ധ്യാനത്തിന് പോകുമ്പോഴും കൗൺസിലിങ്ങിന് പോകുമ്പോഴൊക്കെ കുമ്പസാരിച്ച് പരമപരിശുദ്ധിയോടെ പോകുകയാണെങ്കിൽ കൂടെ നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളുടെ മേൽ ഈശോ ഇടപെടുന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അധരം കൊണ്ട് എന്തു പറഞ്ഞാലും ഹൃദയം കൊണ്ട് എന്ത് വിചാരിച്ചാലും അത് തരുന്ന ഒരു ഈശോ. ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എന്നെ നിർമ്മലനാക്കി മാറ്റണം. ചില വ്യക്തികളുടെ ജീവിതത്തിൽ കുമ്പസാരത്തിന് സ്ഥാനം കൊടുക്കാതെ വരുമ്പോൾ കുമ്പസാരത്തിന് വേണ്ട. കഴിഞ്ഞ ദിവസം കണ്ട് 25 വർഷമായി കുമ്പസാരിക്കാത്ത വ്യക്തികൾ, രോഗപീഠകൾ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് രോഗം, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പാപം നമ്മിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ കുടുംബജീവിതങ്ങൾ ശിഥിലമായി പോകും. ഇത് തിരിച്ചറിയണം. അറിയാതെ പറ്റുന്ന വീഴ്ചകൾ പോലും തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പരിശുദ്ധി നേടിക്കഴിയുമ്പോൾ സങ്കീർത്തകനെ പോലെ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും നിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ എന്ന്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായി തീരുന്ന ഒരു വാക്കുകളും വെറുതെ പോവില്ല. സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ചപ്പോൾ സങ്കീർത്തകന് തമ്പുരാൻ ഒരു അനുഗ്രഹം കൊടുത്തു. അപ്പസ്തോല പ്രവർത്തനം 13:22 സങ്കീർത്തകനെക്കുറിച്ച് തമ്പുരാൻ പറയും, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹൃദയം നിറവേറ്റും. എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയായി മാറണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്ന ഈ ഒരു പ്രാർത്ഥന, സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, 19-ാമത്തെ അധ്യായം 12ഉം 13ഉം വചനങ്ങൾ, സ്വന്തം തെറ്റുകൾ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകൾ നിന്നെ ശുദ്ധീകരിക്കണമെന്നുള്ള പ്രാർത്ഥന നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ കർത്താവ് നിന്റെ മേൽ കരുണ ചൊരിയാൻ തുടങ്ങും. ഈ ഒരു കരുണയിൽ നിന്നാണ് കർത്താവിൻ്റെ വിശുദ്ധി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക. സങ്കീർത്തന പുസ്തകം 51-ാമത്തെ അധ്യായത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. കരുണയ്ക്ക് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണം, അവിടുത്തെ കരുണ എൻ്റെ മേലുണ്ടായിരിക്കണം. ഈ ഒരു പ്രാർത്ഥന ഞാനും നിങ്ങളും എന്നും ചൊല്ലുന്നത് നല്ലതാണ്. വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. പരമപരിശുദ്ധിയോടെ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയുമെന്ന്. സങ്കീർത്തനം 19:12 പറയുന്ന അതേ വചനം, സ്വന്തം തെറ്റുകൾ കണ്ടുവിട്ടാൽ ആർക്ക് കഴിയും? ഒറ്റയൊരു വ്യക്തിക്ക് നമ്മെ ശുദ്ധീകരിക്കാൻ പറ്റൂ. എളിമയോടെ അനുതാപത്തോടെ അവൻ്റെ മുമ്പിൽ പോയി മുട്ടുകൾ മടക്കി കർത്താവെ തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അവൻ നമ്മെ ശുദ്ധീകരിക്കും. കർത്താവെ എന്നെ ഒന്ന് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കും. കർത്താവ് നമ്മുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കും, നമ്മുടെ കാതുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കും, ഹൃദയത്തെ വിശുദ്ധീകരിക്കും, മനസ്സിനെ വിശുദ്ധീകരിക്കും. അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വെടിഞ്ഞ് എളിമയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്. സഭാനിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, അന്ന് ഞാൻ വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കുമെന്ന്.
വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കുന്ന ഒരു തമ്പുരാൻ്റെ കൺമുമ്പിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാനും നിങ്ങളും അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു ചിന്തയുണ്ടാവണം. കർത്താവേ, എനിക്ക് തെറ്റിപ്പോയോ എന്ന്, എനിക്ക് അറിയാതെ കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന്, എൻ്റെ ചിന്തകളിൽ കുറവുകൾ വന്നിട്ടുണ്ടോ? വിശുദ്ധീകരണത്തിന് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ആ ഒരു കൃപയാണ് ഈ ജീവിതത്തിൽ വേണ്ടത്. എത്രയോ വ്യക്തിത്വങ്ങളിൽ മാനസാന്തരങ്ങൾ, അത്ഭുതങ്ങൾ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യക്തി പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. 4-5 മക്കളുണ്ട്. 3-ാമത്തെയും 5-ാമത്തെയും കുട്ടി മന്ദബുദ്ധിയും ഒട്ടിസം പിടിപെട്ടതുവാ. പക്ഷേ കർത്താവിന് വേണ്ടി ആ ദേശ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എൻ്റെ കുഞ്ഞ് അവൾ സംസാരിക്കുന്നില്ലല്ലോ എന്നോർത്ത് ചങ്കുപൊട്ടി കരയുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. കൊച്ചിനെ കൊണ്ട് പള്ളിയിൽ പോകാൻ നാണക്കേടാ. കാരണം കൊച്ചി ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നു, ബഹളം വെക്കുന്നു. പലരും ചോദിക്കും, ഇത്രയും വലിയ പ്രാർത്ഥനക്കാരനായിട്ട് നീ വല്ല പാപവും ചെയ്തിട്ടായിരിക്കും നിനക്കിങ്ങനെ കിട്ടിയതെന്ന്. ആ മനുഷ്യൻ തമ്പുരാൻ്റെ മുമ്പിൽ ആഴ്ചയിൽ കുമ്പസാരിക്കുന്ന വ്യക്തിയാണ്. കർത്താവേ, എനിക്കൊരാഗ്രഹമുണ്ട് ഈശോയെ, മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞൊന്ന് സംസാരിച്ച് കാണണം. ഈ ഒരു ചിന്തയോടെയാണ് ഈ മനുഷ്യനാണ് എനിക്ക് വചനം പറഞ്ഞു തന്നത്. ആ മനുഷ്യൻ്റെ വചനം സങ്കീർത്തനം 19:14 പറഞ്ഞു, കർത്താവേ, എൻ്റെ അപയശിലെയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരത്തിലെ വാക്ക്, ഹൃദയത്തിലെ വിചാരം നീയൊന്ന് ഏറ്റെടുക്കണം. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകാൻ തീരുമാനിച്ച് കാറിൽ കയറി മാതാവിൻ്റെ പള്ളിയുടെ മുമ്പിൽ ചെന്നപ്പോൾ ഒരിക്കൽ പോലും സംസാരിക്കാത്ത കുട്ടി ആദ്യമായി സംസാരിച്ചു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? ഒറ്റ കാര്യം ചെയ്യണം. എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരം എൻ്റെ ഈശോയുടെ വിചാരമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്ത് വിചാരിച്ചാലും അത് എൻ്റെ ഈശോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. ഇന്നു മുതൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുന്ന, അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ എന്നുള്ളൊരു ശുദ്ധീകരണവും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുടെ മോചനവും മേടിച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിലെ വിചാരം, എൻ്റെ അധരത്തിലെ വാക്ക് നിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കണമെന്ന് ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കാൻ പോകുന്നൊരു ഹന്നായുണ്ട്. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ അവിടെ ചെന്ന് വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചൊരുങ്ങി വർഷം തോറും ബലിയർപ്പിക്കാൻ പോകുമ്പോഴും അവളുടെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്, എനിക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന്. ദേവാലയത്തിൽ പോയി മുട്ടുകുത്തി ഹൃദയം കൊണ്ട് വിചാരിച്ചതേ ഉള്ളൂ. ഒരു വാക്കുപോലും പുറത്തു വന്നതായി വചനം എഴുതി വെച്ചിട്ടില്ല. ഹൃദയം കൊണ്ട് വിചാരിച്ചപ്പോൾ കർത്താവ് അവൾക്കൊരുത്തരം കൊടുത്തു. അവൾക്ക് കൊടുത്ത പുത്രനാ സാമുവേൽ പ്രവാചകനാ. സാധാരണ ഒരു കുഞ്ഞിനെയല്ല ദൈവം കൊടുത്തേ. എൻ്റെ ദൈവമുണ്ടല്ലോ, ഹൃദയത്തിൽ എന്ത് വിചാരിച്ചാലും അവനോട് ചേർന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ശ്രേഷ്ഠമായ തരൂ. അവനെ താന്നതൊന്നും തരാനറിയില്ല. സമൃദ്ധിയിലും മഹോന്നതമായ പ്രതാപത്തിലും എൻ്റെ ദൈവം എന്നെ ഉയർത്തും. അതുകൊണ്ട് സങ്കീർത്തകൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന, എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും നിൻ്റെ ദൃഷ്ടികൾ സ്വീകാര്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. ഈശോയെ, നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരി കുറവുകളുള്ളവരാണ് ഞങ്ങൾ. അറിയാതെ പറ്റുന്ന ഒരുപാട് വീഴ്ചകൾ, അറിഞ്ഞുകൊണ്ട് പറ്റിപ്പോകുന്ന ഒത്തിരി വീഴ്ചകളുണ്ട്. അഹങ്കാരത്തിൻ്റെയും കുറ്റം പറച്ചിലിൻ്റെയും ഒക്കെ മേഖലകളുണ്ട്. പക്ഷെ ഞങ്ങളെ നിർമ്മലരാക്കണം ഈശോയെ. നിർമ്മലമായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അങ്ങയുടെ ചിന്തകളായി മാറട്ടെ, അങ്ങയുടെ വിചാരങ്ങളായി മാറട്ടെ. അധരം കൊണ്ട് നിൻ്റെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ, എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കൂടെ നടക്കുന്നതിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റണം. ശിഷ്യർ നിൻ്റെ വചനം പ്രഘോഷിച്ച് കൂടെ നടന്നപ്പോൾ നീ കൂടെ നടന്ന അടയാളം കൂടി അതിനെ സ്ഥിരീകരിച്ചതുപോലെ ക്രിസ്തു മക്കളായ ഞങ്ങൾ നിന്നോട് ചേർന്ന് വിശുദ്ധികൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഈശോയെ നീ പ്രവർത്തിക്കുന്ന ലോകം കാണാൻ ഇടയാകട്ടെ. അതിനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.